ഹലോ മക്കളെ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മളിന്ന് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് നേടാൻ വേണ്ടി ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എനർജി ഇൻട്രാക്ഷൻ്റെ സയൻസിനെയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. തെർമോ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഫ്ലോ ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത്. ഡൈനാമിക്സ് എന്ന് പറയുന്ന മോഷൻ കാരണം നമുക്ക് എന്താ പവർ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഹീറ്റിൽ നിന്ന് എങ്ങനെ പവർ ഡെവലപ്പ് ചെയ്യാം എന്ന സബ്ജക്റ്റ് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് തെർമോഡൈനാമിക്സ് എന്ന് പറയാം. അല്ലെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ് ആയിട്ടുള്ള എനർജി ഇൻട്രാക്ഷൻ്റെ സയൻസിനെയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സ് ഈസ് എ സയൻസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് വർക്ക്. ഹീറ്റ് ആൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സിൽ എനർജി ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അത് രണ്ട് ഫോമിലാണ്. ഒന്ന് ഹീറ്റിൻ്റെ ഫോമിലും വർക്കിൻ്റെ ഫോമിലും. അപ്പോൾ ഹീറ്റും വർക്കും അല്ലെങ്കിൽ എനർജി ഇൻട്രാക്ഷൻ്റെ സയൻസിനെയാണ് നമ്മളെന്ത് പറയുന്ന തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സ് ഡിഫൈൻ ആസ് ദ സ്റ്റഡി ഓഫ് എനർജി എന്ന് പറയാം. ഇനി അടുത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തെർമോഡൈനാമിക്സിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കോൺസെപ്റ്റാണ് എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്, എന്താണ് ബൗണ്ടറി. ഞാൻ എന്താണോ സ്റ്റഡി ചെയ്യാൻ എടുക്കുന്ന അതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ടർബൈനെ പറ്റി പഠിക്കാനെടുത്ത ടർബൈനിൻ്റെ സിസ്റ്റമാണ്, ഒരു ബോയിലറിനെ പറ്റി പഠിക്കാനെടുത്ത ബോയിലറിൻ്റെ സിസ്റ്റമാണ്, ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിനെ പറ്റി പഠിക്കാനെടുത്ത അതാണ് സിസ്റ്റം. ആ സിസ്റ്റത്തിന് പുറത്തുള്ള എവറിത്തിങ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം അതിനെയാണ് എന്ത് പറയുന്നത്? സറൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി സിസ്റ്റവും സറൗണ്ടിങ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു റിയൽ അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള ഒരു പാർട്ടിനെയാണ് എന്ത് പറയുന്ന ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ തെർമോഡൈനാമിക്സിലെ ബേസിക്സ് കോൺസെപ്റ്റാണ് എന്താണ് സിസ്റ്റം, സറൗണ്ടിങ്, ബൗണ്ടറി എന്ന് പറയുന്നത്. ഇനി തെർമോഡൈനാമിക്സിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നെങ്കിൽ അത് ഈ സിസ്റ്റവും സറൗണ്ടിങ് കൂടെ ചേരുന്നതിനെയാണ് എന്ത് പറയുന്നത്? യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം സിസ്റ്റം എന്ന് പറഞ്ഞാൽ is a macroscopically identifiable collection of matter on which ഫോക്കസ് ഓഫ് അറ്റൻഷൻ. നമ്മൾ എന്താണോ സ്റ്റഡി ചെയ്യുന്നത്, നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് മാറ്ററിൻ്റെ, അതിനെയാണ് നമ്മൾ എന്താ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിന് പുറത്തുള്ള എല്ലാത്തിനെയും നമുക്ക് എന്താ പറയാം? സറൗണ്ടിങ് എന്ന് പറയാം. സിസ്റ്റവും സറൗണ്ടിങ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിന് എന്ത് പറയാം? ബൗണ്ടറി എന്ന് പറയാം. ഇനി അടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് ടൈപ്സ് ഓഫ് സിസ്റ്റം. അപ്പോൾ സിസ്റ്റത്തിന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഓപ്പൺ സിസ്റ്റം, അതുപോലെ ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഇതെല്ലാം ക്ലാസിഫൈ ചെയ്യുന്നത് മാസ് ട്രാൻസ്ഫറും അതുപോലെ എനർജി ട്രാൻസ്ഫറിൻ്റെ ബേസിസിലാണ്. മാസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ മാസ് ഇന്നും അതുപോലെ മാസ് ഔട്ടും. എന്നുവെച്ചാൽ ബൗണ്ടറി കടന്ന് മാസ് വരികയും ബൗണ്ടറി കടന്ന് മാസ് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് പറയാം? മാസ് ട്രാൻസ്ഫർ സംഭവിച്ചു എന്ന് പറയാം. അപ്പോൾ ഒരു ഓപ്പൺ സിസ്റ്റം ആയിരിക്കണമെങ്കിൽ മാസ് ട്രാൻസ്ഫറും വേണം, അതുപോലെ എനർജി ട്രാൻസ്ഫറും വേണം. എനർജി വരുന്നു, എനർജി അതേപോലെ എന്ത് ചെയ്യുന്നു? ലീവ് ചെയ്യുന്നു. അപ്പോൾ മാസ് ട്രാൻസ്ഫറും എനർജി ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് നമുക്ക് പറയാം ഓപ്പൺ സിസ്റ്റം എന്ന് പറയാം. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലി കാണുന്ന പോലെ ഒരു ചൂട് ചായ തുറന്നു വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മാസ് ട്രാൻസ്ഫർ ആവിയായിട്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ എനർജി ട്രാൻസ്ഫർ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? തണുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹോട്ട് കപ്പ് ഓഫ് കോഫി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടീ എന്ന് പറയുന്നത് നമുക്കെന്താ? ഓപ്പൺ സിസ്റ്റമാണെന്ന് പറയാം. തെർമോഡൈനാമിക്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടർബൈൻ, പമ്പ്, അതുപോലെ തന്നെ ബോയിലേഴ്സ് എല്ലാം ഓപ്പൺ സിസ്റ്റമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് എന്താണ് ക്ലോസ് സിസ്റ്റം? മാസ് ട്രാൻസ്ഫർ ഇല്ല, എനർജി ട്രാൻസ്ഫർ മാത്രമാണുള്ളെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? ക്ലോസ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കണമെങ്കിൽ ഈ ചൂട് ചായ നമ്മൾ അടച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ അകത്ത് മാസ് ട്രാൻസ്ഫർ ഉണ്ടാവത്തില്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? എനർജി എന്ന് വെച്ചാൽ അത് തണുക്കും അല്ലേ? അപ്പോൾ അതെന്താണ്? എനർജി ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ എന്താ പറയാം? ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ ക്ലോസ് സിസ്റ്റത്തിൽ മാസ് ട്രാൻസ്ഫർ ഇല്ല, എനർജി ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു നമ്മൾ ഈ പറയുന്ന പോലെ തെർമോഡൈനാമിക്കലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു IC എഞ്ചിൻ വിത്തൗട്ട് വാൽസ് ഇല്ലാത്ത IC എഞ്ചിൻ. അപ്പോൾ വാൽസ് ഉണ്ടെങ്കിലാണ് മാസ് ട്രാൻസ്ഫർ നടക്കുള്ളൂ. വാൽസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മാസ് ട്രാൻസ്ഫർ ഇല്ല. അപ്പോൾ വാൽസ് ഇല്ലാത്ത ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഇനി എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാസ് ട്രാൻസ്ഫറും എനർജി ട്രാൻസ്ഫറും ഇല്ലെങ്കിൽ, ഈ ബൗണ്ടറി ക്രോസ് ചെയ്ത് മാസും എനർജി ട്രാൻസ്ഫറും ഇല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നോ മാസ് ഓർ എനർജി ട്രാൻസ്ഫർ. അതിനൊരു എക്സാമ്പിളാണ് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് തെർമോഫ്ലാസ്ക്. ഒരു തെർമോഫ്ലാസ്ക് പെർഫെക്റ്റ്ലി നമ്മൾ ഇൻസുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മാസ് ട്രാൻസ്ഫറും ഉണ്ടാവത്തില്ല, അതുപോലെ
എനർജി ട്രാൻസ്ഫറും ഉണ്ടാകില്ല. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ടൈപ്സ് ഓഫ് സിസ്റ്റത്തിന് ക്ലോസ്ഡ് സിസ്റ്റത്തിന് നമ്മൾ മറ്റൊരു പേരിലും അറിയും കൺട്രോൾ മാസ് സിസ്റ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ് സിസ്റ്റത്തിന് നമുക്ക് തരാം കൺട്രോൾ മാസ്. അവിടെ മാസ് ട്രാൻസ്ഫർ ഇല്ല. മാസ് എന്ത് ചെയ്യുന്നു? കൺട്രോൾ മാസ്. എനർജി ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. നോ മാസ് എൻട്രി ഓർ എക്സിറ്റ്. ആകെ എനർജി ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. ഇനി ഓപ്പൺ സിസ്റ്റത്തിന് നമുക്ക് കൺട്രോൾ വോളിയം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? മാസ് ട്രാൻസ്ഫറും ഉണ്ട്, അതുപോലെ തന്നെ എനർജി ട്രാൻസ്ഫറും ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ടർബൈൻ, പമ്പ്, കംപ്രസർ. ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പം അവിടെ മാസ് ട്രാൻസ്ഫറും ഇല്ല, അതുപോലെ എനർജി ട്രാൻസ്ഫറും ഇല്ല. നമ്മൾ ഇനി അടുത്ത് നമ്മൾ അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണെന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സിസ്റ്റം ബൈ വിച്ച് ഫിസിക്കൽ കണ്ടീഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ്. എന്ന് പറഞ്ഞാൽ ഒരു ബലൂൺ നല്ല കാറ്റിൽ ഇരിപ്പുണ്ട്, അതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു കണ്ടീഷനാണ്. അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ അത് നല്ല വീർത്തിരിക്കുന്നു, അതൊരു കണ്ടീഷനാണ്. അവിടുത്തെ പ്രഷറും ആ വോളിയം എയറിൻ്റെ വോളിയം വ്യത്യാസമാണ്. ഇനി അത് കാറ്റില്ലാതിരിക്കുന്ന സമയത്തും അതിൻ്റെ അകത്തുള്ള പ്രഷറും വോളിയവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് വോളിയം ആവാം, ടെമ്പറേച്ചർ ആവാം, പ്രഷർ ആവാം, ഇൻറ്റേർണൽ എനർജി ആവാം, എൻതാൽപ്പി ആവാം, എൻട്രോപ്പി ആവാം, കൈനറ്റിക് എനർജി ആവാം, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ആവാം. അപ്പോൾ ഒരുപാട് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും അതുപോലെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീസിനെയാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രഷറും ടെമ്പറേച്ചറുമാണ്. നമ്മളിപ്പോൾ ഒരു ഹോൾ എടുക്കുന്നു, ആ ഹോളിൻ്റെ അകത്ത് ഒരു 10 പേര് കയറിയാലും 20 പേര് കയറിയാലും ഒരു 50 പേര് കയറിയാലും മാസ് കൂടുന്നുണ്ട്. പക്ഷേ അവിടുത്തെ അറ്റ്മോസ്ഫിയർ പ്രഷറും അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറും എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും, വേരി ചെയ്യത്തില്ല. അപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ഡെൻസിറ്റിയുടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഡെൻസിറ്റി എടുക്കുന്ന സമയത്ത് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അത് ഇപ്പോൾ 1 ലിറ്റർ വാട്ടർ എടുത്താലും 1 കിലോഗ്രാം വാട്ടർ എടുത്താലും അല്ലെങ്കിൽ 2 ലിറ്റർ വാട്ടർ എടുത്താലും 10 ലിറ്റർ 100 ലിറ്റർ വാട്ടർ എടുത്താലും ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് ഓർക്കുക. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ പ്രോപ്പർട്ടീസ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. പ്രോപ്പർട്ടി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്താ പറയാം? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. അതിന് എക്സാമ്പിളാണ് നമ്മുടെ വോളിയം, എനർജി. എനർജി എന്ന് പറയുന്ന എല്ലാ ഫോംസ് ഓഫ് എനർജിയും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSCക്ക് ചോദിക്കുന്നതാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി പെർ യൂണിറ്റ് മാസ്. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി നമ്മൾ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഇപ്പോൾ വോളിയം എന്ന് പറയുന്ന എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. വോളിയം പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് നമുക്ക് സ്പെസിഫിക് വോളിയം ചെറിയ V കൊണ്ട് എഴുതാം അല്ലേ? ആ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ എനർജി എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ E വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് എനർജി എന്ന് പറയുന്നതും അത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയും മാസിനെ ഇൻഡിപെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ മക്കളെ, ഇതുവരെയും പഠിച്ചിട്ടില്ലാത്തവർ നമ്മൾ പുതിയ ഒരു ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂ ബാച്ച് വഴി നിങ്ങൾക്ക് AMBയുടെ ആദ്യ റാങ്കുകളിൽ എന്ത് ചെയ്യാം? എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്തവർക്ക് ഈ ഒരു പുതിയ ബാച്ച് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ പുതിയ ബാച്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.